നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലഗാനസിനെതിരെയുള്ള മത്സരത്തിൽ ഇന്നലെ പരിക്ക് പറ്റിയ ലാമിൻ യമാലിൻ്റെ പരിക്ക് അത്ര നിസ്സാരമല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ബാഴ്സലോണ തന്നെ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ പരിക്ക് കൺഫേം ചെയ്തിരിക്കുന്നു. എത്ര നാളുകൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതും ബാഴ്സലോണ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ബാഴ്സയുടെ ഒഫീഷ്യൽ മെഡിക്കൽ ന്യൂസിലേക്ക് പോവുകയാണ്. അതിലവർ കൃത്യമായിട്ട് പറയുന്നു, ഫസ്റ്റ് ടീം പ്ലെയർ ആയിട്ടുള്ള ലാമിൻ യമാലിന് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആംഗിളിൽ CD ലഗാനസിനെതിരെയുള്ള മത്സരത്തിനിടക്ക് ഒരു നോക്ക് ലഭിച്ചിരുന്നു, ഒരു ബ്ലോ ലഭിച്ചിരുന്നു, ഒരു അടി കിട്ടിയിരുന്നു. ടെസ്റ്റുകൾ നടത്തി, മൺഡേ അതായത് ഇന്ന് ടെസ്റ്റുകൾ നടത്തി. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് താരത്തിന് ഗ്രേഡ് 1 ഇഞ്ചുറിയാണ് ഇപ്പോൾ ആംഗിളിലെ ഒരു ലിഗമെൻറ്റിന് സംഭവിച്ചിരിക്കുന്നത്. ദി പ്ലെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഔട്ട് ഫോർ 3 to 4 വീക്സ്. മാക്സിമം ഒരു മാസം, 3 ആഴ്ച മുതൽ 4 ആഴ്ചക്കാലം വരെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്ന് FC ബാഴ്സലോണ ഒഫീഷ്യലി അറിയിക്കുകയാണ്. അതായത് താരത്തിന് ആംഗിളിൽ ഒരു ലിഗമെൻറ്റിന് ഗ്രേഡ് 1 ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നു. കുറച്ചധികം ദിവസങ്ങൾ പുറത്തിരിക്കേണ്ടി വരും. അതായത് ഒരു മാസക്കാലത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ചില പ്രധാനപ്പെട്ട മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്നർത്ഥം. അടുത്ത കളി അതിപ്രധാനമാണ്. ലാലിഗയിൽ 1-ാം സ്ഥാനം തീരുമാനിക്കേണ്ട മത്സരമാണ്. അത് ഡിസംബർ 22-ന്, അതായത് ഡിസംബർ 21-നാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഡിസംബർ 22-ന് പുലർച്ചെ 1:30 ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഏറ്റുമുട്ടുന്നു. അതൊരു കടുത്ത പോരാട്ടമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ജനുവരി 4-നുള്ളത് കോപ്പ ഡെൽ റേ റൗണ്ട് ഓഫ് 32 പോരാട്ടമാണ്. അത് ഒരു പക്ഷേ യമാൽ ഇല്ലെങ്കിലും അത്ര വലിയ പ്രശ്നമുണ്ടാവില്ല. അതിന് ശേഷം സൂപ്പർ കോപ്പ ഡി എസ്പാന മത്സരം വരികയാണ്. അതിൽ സെമി ഫൈനൽ മത്സരം അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയുള്ള പോരാട്ടം, അത് അദ്ദേഹത്തിന് നഷ്ടമാകും. ഇനിയിപ്പോൾ ഫൈനലിലേക്ക് എത്തിയാൽ അതും അദ്ദേഹത്തിന് നഷ്ടമാവാൻ പോവുകയാണ്. ഈവൺ ഒരു പക്ഷേ 19-ാം തീയതിയിൽ ലാലിഗയിലെ ഗെറ്റാഫയ്ക്കെതിരെയുള്ള മത്സരവും നഷ്ടമായേക്കും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. സോ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നഷ്ടമാവാൻ പോകുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ, അതുപോലെ തന്നെ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ സെമി ഫൈനലും ഇനിയിപ്പോൾ ഫൈനലിലേക്ക് എത്തിയ ഫൈനലും ഒക്കെ ലാമിൻ യമാലിന് നഷ്ടമാവാൻ പോവുകയാണ്. അത് ബാഴ്സയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.